പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിൽ. ഊർജ്ജ സുരക്ഷ, സാങ്കേതികവിദ്യ, നവീകരണം എന്നീ വിഷയങ്ങളിൽ ഇന്ത്യ നിലപാടറിയിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഈ സാഹചര്യം ഉച്ചകോടിയിൽ പ്രധാന ചർച്ചയാകാനാണ് സാധ്യത. രണ്ടു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം തീർക്കണമെന്ന നിലപാട് ഇന്ത്യ ഉച്ചകോടിയിൽ അറിയിക്കും. കാനഡയിലെ കനനാസ്കിലാണ് 51ാമത് G7 ഉച്ചകോടി നടക്കുന്നത്. നയതന്ത്ര ബന്ധം വഷളായതിനു ശേഷമുള്ള മോഡിയുടെ ആദ്യ കാനഡ സന്ദർശനം കൂടിയാണിത്. സംഘർഷ വിഷയം ഉന്നയിക്കുന്നതിനു പുറമെ ഊർജ്ജ സുരക്ഷ, സാങ്കേതിക സഹകരണം, നവീകരണം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ആഗോള വെല്ലുവിളികളിലും ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കും. ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കളെയും മോദി കണ്ടേക്കും. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ആക്രമണങ്ങളെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ മൂലമുണ്ടായ വ്യാപാര യുദ്ധം എന്നിവയുൾപ്പെടെ വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലാണ് G7 ഉച്ചകോടി നടക്കുന്നത്. ഉച്ചകോടിക്ക് ശേഷം മോദി ക്രൊയേഷ്യൻ റിപ്പബ്ലിക്കിലേക്ക് പോകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനാൽ വ്യോമാതിർത്തി അടച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികൾ കരമാർഗം മടങ്ങാൻ ഇറാൻ നിർദ്ദേശം നൽകി. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥനയോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇറാൻ. ഒഴിപ്പിക്കലിന് തടസ്സമില്ലെന്നും കര അതിർത്തികളെല്ലാം തുറന്നിരിക്കുകയാണെന്നുമാണ് ഇറാൻ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് നിലവിൽ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതിർത്തി കടക്കുന്ന ആളുകൾ തങ്ങളുടെ പേരുവിവരങ്ങളും പാസ്പോർട്ട് നമ്പരും ഏത് അതിർത്തി വഴിയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ ജനറൽ പ്രോട്ടോകോൾ വകുപ്പിന് നൽകാൻ ഇന്ത്യക്കാർക്ക് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. താമസ സ്ഥലത്തിന് സമീപം മിസൈലുകളും ബോംബുകളും പതിക്കുകയാണെന്നും കുടിവെള്ള വിതരണം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നുമാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് സേവനത്തിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റേതുൾപ്പെടെയുള്ള സന്ദേശങ്ങൾ യഥാസമയം ലഭിക്കുന്നില്ല എന്നാണ് വിവരം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. സൗദി അറേബ്യയിൽ എക്സിറ്റ് റീ എൻട്രി വിസകൾ റദ്ദാക്കിയാൽ അടച്ച ഫീസ് തിരികെ നൽകില്ലെന്ന് സ്ഥിരീകരണം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് തിരിച്ചടിയാകും. സൗദി അറേബ്യയുടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിലെ വിസ നിയമങ്ങൾ പ്രകാരം സിംഗിൾ എക്സിറ്റ് റീ എൻട്രി വിസയ്ക്ക് 200 സൗദി റിയാലാണ് ഫീസ്. 2 മാസം വരെ ഇതിന് സാധുതയുണ്ട്. റെസിഡന്റ് പെർമിറ്റിന്റെ സാധ്യതയിൽ തുടരുന്ന ഓരോ അധിക മാസത്തിനും 100 സൗദി റിയാലുകൾ അധികമായി ഈടാക്കും. ഒന്നിലധികം എക്സിറ്റ് റീ എൻട്രി വിസകൾക്ക് 3 മാസം വരെ 500 റിയാലും അധിക പ്രതിമാസം 200 റിയാലുമാണ് ഫീസ്. രാജ്യത്തിന് പുറത്തുള്ള താമസക്കാർക്ക് വിസ പുതുക്കേണ്ടതിന്റെ ഇരട്ടി ഫീസ് നൽകണം. ഒറ്റ വിസയ്ക്ക് പ്രതിമാസം 200 റിയാലും ഒന്നിലധികം വിസകൾക്ക് പ്രതിമാസം 400 റിയാലുമാണ് കാലാവധി നീട്ടൽ ഫീസ്. വിസ റദ്ദാക്കലും പുതുക്കലും ഉൾപ്പെടെയുള്ള എല്ലാ പ്രക്രിയകളും അബ്ഷർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ജവാസാത്ത് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 1 വർഷം പൂർത്തിയാക്കിയ വാണിജ്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1 ഒമാനി പൗരനെ നിയമിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുന്നു. തൊഴിൽ മന്ത്രാലയം ഇത് സംബന്ധിച്ച വിശദമായ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി യോജിച്ച് വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം വാണിജ്യ രജിസ്ട്രേഷനുകളുടെ സ്റ്റാറ്റസ് നിയന്ത്രിക്കുന്നതിനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. വിവിധതരം സ്ഥാപനങ്ങളിൽ ഒമാനൈസേഷൻ നിരക്കുകളിലെ ഗണ്യമായ അസമത്വം മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം സന്തുലിതമാക്കുന്നതിനാണ് സ്വദേശീവൽക്കരണ നയം നടപ്പിലാക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഏകദേശം 1000 വൻ കമ്പനികൾ 2,45,000 പ്രവാസികൾക്കൊപ്പം 2 ലക്ഷം ഒമാനി പൗരന്മാരെയും ജോലിക്കെടുക്കുന്നുണ്ട്. ഇത് 44% വരെ ഒമാനൈസേഷൻ നിരക്ക് കൈവരിക്കുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GCC മന്ത്രിതല കൗൺസിൽ അടിയന്തര യോഗം ചേരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേരുന്നത്.
GCC മന്ത്രിതല കൗൺസിലിന്റെ 48ാമത് അടിയന്തര യോഗം ഇന്ന് കുവൈറ്റിൽ വീഡിയോ കോൺഫറൻസ് വഴി ചേരും. മന്ത്രിതല കൗൺസിലിന്റെ നിലവിലെ അധ്യക്ഷനും വിദേശകാര്യമന്ത്രിയുമായ അബ്ദുള്ള അൽ യഹിയുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം നടക്കുക. കൗൺസിൽ രാജ്യങ്ങളിലെ വിദേശമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബദവി അറിയിച്ചു. മേഖലയിലെ ഏറ്റവും പുതിയ പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് ഇറാനെതിരായ ഇസ്രായേലി സൈനിക ആക്രമണങ്ങൾ GCC മന്ത്രിതല കൗൺസിൽ ചർച്ച ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.